ഡിസംബർ 22 ബിനോയ്, ബാദൽ, ദിനേശ്. ഈ മൂന്ന് ചെറുപ്പക്കാർ തോക്കിൻകുഴലിലൂടെ കൊൽക്കത്തയുടെ ചരിത്രം തിരുത്താൻ പോവുകയാണ് എന്ന് ബ്രിട്ടീഷുകാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഘടനയായ ബംഗാൾ വോളണ്ടിയേഴ്സിലെ മൂന്ന് ചെറുപ്പക്കാർ ബിനോയ് ബോസ്, ബാദൽ ഗോപാൽ ദത്ത്, ദിനേശ് ഗുപ്ത എന്നിവർ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ ഒരു അഗ്നിക്ക് തീകൊളുത്തി. 1930 ഡിസംബർ 8 ബംഗാളിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ ഇവർ ഒരു ഓപ്പറേഷൻ നടത്തി. അവർ ആലിപ്പൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെ വെടിവെച്ചു. ചിറ്റഗോങ്ങിലെ ആയുധശാലയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട് കൊൽക്കത്തയിലെത്തിയ ആയുധങ്ങളെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് ബിനോയ് ബോസിന് സായുധ വിപ്ലവത്തിൽ താല്പര്യം തോന്നുന്നത്. 1930 ഓഗസ്റ്റ് 29 ധാക്ക മിറ്റ്ഫോർഡ് ആശുപത്രിയിൽ ഒരു രോഗിയായി കടന്നു ചെന്ന് ബിനോയ് ബോസ് പോലീസിനെ ആക്രമിച്ചു. പോലീസ് അതിക്രമത്തിൽ രോഷാകുലനായി അദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ FJ ലോമൻ, സൂപ്രണ്ട് ഹഡ്സൺ എന്നിവരുടെ നേരെ നിറയൊഴിച്ചു. ലോമാന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. വേറൊരിക്കൽ ആലിപ്പൂർ ജയിൽ സൂപ്രണ്ടും ജയിൽ ഇൻസ്പെക്ടർ ജനറലും തടവുകാരെ പീഡിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധനുമായിരുന്ന കേണൽ സിംസണിനോട് വിപ്ലവകാരികൾക്ക് വലിയ രോഷമുണ്ടായി. യൂറോപ്യൻ വേഷങ്ങൾ അണിഞ്ഞ് ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടാക്കി അവർ റൈറ്റേഴ്സ് ബിൽഡിംഗിനുള്ളിൽ കടന്നു. നേരെ ജയിൽ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്ന് നിറയൊഴിച്ചു. സിംസൺ കൊല്ലപ്പെട്ടതിന് ശേഷം വലിയൊരു പോലീസ് സംഘം റൈറ്റേഴ്സ് ബിൽഡിംഗിന്റെ ഇടനാഴികളിൽ വലിയ പ്രത്യാക്രമണം തുടങ്ങി. ആ ഇടനാഴികളിൽ ഏതാണ്ട് 15 മിനിറ്റ് വെടിവെപ്പ് തുടർന്നു. ഈ പോരാട്ടമാണ് പിന്നീട് കോറിഡോർ ബാറ്റിൽ എന്നറിയപ്പെട്ടത്. സിംസണിനെ വധിച്ച ശേഷം അവർ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ അകപ്പെടാൻ ആഗ്രഹിച്ചില്ല. ബാദൽ ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന സയനൈഡ് ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു. ബിനോയും ദിനേശും സ്വയം വെടിവെച്ചു. പക്ഷേ ഇവർ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ പിടിക്കപ്പെട്ടു. 1931 ഡിസംബർ 13 ബിനോയ് ആശുപത്രിയിൽ മരിച്ചു. ദിനേശ് ഗുപ്തയെ ആലിപ്പൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. ഈ ധീര വിപ്ലവകാരികളുടെ ദേശസ്നേഹവും ത്യാഗവും ഇന്നും ഓരോ ഭാരതീയനെയും രോമാഞ്ചമണിയിക്കുന്നു. ഇവരുടെ സ്മരണയ്ക്കായി കൊൽക്കത്തയിലെ ഡൽഹൌസി സ്ക്വയർ BBD ബാഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു.